മണ്ഡല കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ സതീശൻ അഭിവാദ്യങ്ങൾ. നേതാക്കൾ യാത്രയാണ് ഈ പുതുയുഗ യാത്ര. ഈ യാത്രയെ ആവേശപൂർവം വരവേറ്റുകൊണ്ട് ജാഥാ നായകനെ ഈ ചരിത്രമുറങ്ങുന്ന തിരുവല്ലയുടെ രാഷ്ട്രീയ ഭൂമികയിലേക്ക് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും അത്യാവേശത്തോടുകൂടി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ യാത്ര കാണുമ്പോൾ മലയാളിക്കൊരു തീരുമാനമുണ്ട്, മലയാളിക്കൊരു ബോധ്യമുണ്ട്. ഇതാ പിണറായി വിജയന്റെ ഗവൺമെന്റ് കേരളത്തിൽ അവസാനിക്കാൻ പോകുന്നതിന്റെ തുടക്കമാണ് ഈ യാത്രയിൽ ഉടനീളം കാണുന്ന ആവേശോജ്വലമായ ജനങ്ങളുടെ പങ്കാളിത്തം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മലയാളിക്കൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം മലയാളി എടുത്തു കഴിഞ്ഞതാണ്. ആ നല്ല നാളേക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് തിരുവല്ലയിലെ UDF വേണ്ടി ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിനെ ഈ വേദിയിലേക്ക് ആദരപൂർവം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. എന്നാൽ തിരുവല്ലയുടെ കഥയില്ല. തിരുവല്ല എന്ന് പറഞ്ഞാൽ ആള് കൂട്ടാത്ത സ്ഥലമാണ്, ആള് കൂടാത്ത സ്ഥലമാണ്. VD സതീശനാണ്, അവിടെയാണ് ഇത്രയും കൂടിയത്. എന്നാൽ വാസ്തവത്തിൽ മറ്റു സ്ഥലങ്ങളിലെ കഥയല്ല. കാസർഗോഡ് നിന്ന് നമ്മുടെ VD സതീശൻ തുടങ്ങിയ ജാഥ ഓരോ ജാഥയും ഓരോ മീറ്റിംഗ് കഴിയുന്തോറും എണ്ണം വർദ്ധിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളുടെ സ്വീകരണം ഏറ്റുവാങ്ങി ആണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. ശ്രീ സതീശനെ കുറിച്ച് എന്താ പറയുന്നത്? കേരളം അഭിമാനം കൊള്ളുന്ന വ്യക്തി ശ്രീ പിണറായി വിജയന്റെ പേടി സ്വപ്നം. പിണറായി വിജയൻ ഇന്നലെ നിങ്ങൾക്കറിയാമോ, ഇന്നലെ മോഹൻലാലിനെ കൊണ്ടൊരു അഭിമുഖം കണ്ടു. ഏതാ PR വർക്കാണ്, നമുക്കറിയാമല്ലോ, PR വർക്കാണ്. മോഹൻലാലിനുള്ള ചോദ്യത്തിൽ പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞു, എനിക്ക് ഒന്നിനെയും പേടിയില്ല, ഏതിന് വിമർശനത്തെയും പേടിയില്ല. പക്ഷെ പിണറായി വിജയൻ പേടിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അത് VD സതീശനാണ്. പിണറായി സതീശന്റെ ചോദ്യശരങ്ങൾ ഏൽക്കുമ്പോൾ പിണറായി വിരളും, പിണറായി വീർപ്പുമുട്ടും, മറുപടി പറയാൻ കഴിയാതെ കോപിക്കും. അതാണ്
നമ്മുടെ പ്രതിപക്ഷ നേതാവ് നിലപാടുകളുടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന ആളല്ല, നിലപാടുകളുടെ രാജാവ്. ഉറച്ച നിലപാടുകൾ എതിർക്കും. സ്വന്തം അഭിപ്രായം എവിടെയും ആരോടും നോക്കി എന്തുവാ കൂസലില്ലാതെ പറയുന്ന ആള്, കേരളത്തിന് പറ്റിയ ആള്. ഞങ്ങൾ തമ്മിൽ ചിലപ്പം അങ്ങനെ തർക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അത് അദ്ദേഹത്തിന്റെ മഹാത്മ്യമാണ്. കാര്യം എന്താന്ന് വെച്ചാൽ ആരോടായാലും അദ്ദേഹം പറയാനുള്ളത് അദ്ദേഹം പറയും. കേരളത്തിന്റെ അഭിമാനമായ വി.ഡി. സതീശൻ, അദ്ദേഹം കേരളത്തിന്റെ വലിയ പ്രതീക്ഷയാണ്. ശ്രീ സതീശൻ, എനിക്ക് പറയാനുള്ള പുതുയുഗ യാത്ര കേരളത്തിന്റെ പ്രതീക്ഷയാണ്. നാം നമ്മുടെ ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഈ യാത്രയുടെ കാഹളം എന്താണ്? ഈ യാത്രയുടെ കാഹളമെന്ന് പറയുന്നത് ഭരണമാറ്റത്തിന്റെ കാഹളം, പിണറായി ഇറക്കി വിടുവാനുള്ളതിന്റെ കാഹളം. അതിന്റെ വിജയഭേരിയാണ് ശ്രീ വി.ഡി. സതീശൻ നടത്തുന്നത്. തിരുവല്ലയിലെ അല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ, നല്ല കമ്മ്യൂണിസ്റ്റുകാരുടെയും പിന്തുണ അദ്ദേഹത്തിനുണ്ട്. UDF ഈ യജ്ഞത്തിൽ, UDF എന്നൊരു വലിയ യജ്ഞത്തിലാണ്. എന്താണ്? പിണറായി ഇറക്കി വിടുക എന്നുള്ളത്. എന്തെല്ലാം കള്ളത്തരങ്ങളാണ്, എന്തെല്ലാം പൊറാട്ട നാടകങ്ങളാണ് അവർ നടത്തുന്നത്. നിങ്ങൾക്കറിയാം എന്തെല്ലാം നറേറ്റീവാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രീ M.V. ഗോവിന്ദൻ്റെ യാത്ര, നമ്മളറിയാവുന്ന ഇടതുപക്ഷത്തിൻ്റെ യാത്ര, അതിൻ്റെ സ്ഥിതി എന്താണ്? അതിനെക്കുറിച്ച് വല്ലപ്പോഴും നേര് പറയുന്ന ബിനോയ് വിശ്വം പോലും പറഞ്ഞത് എന്താണെന്ന് അദ്ദേഹം നേര് പറയുന്ന ആളാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞത് പരാജയപ്പെട്ട യാത്ര. പക്ഷെ ബിനോയ് വിശ്വം ഇങ്ങനെയൊക്കെ പുറത്തു പറയുമെങ്കിലും അവിടെ ഇടതുപക്ഷത്തിൻ്റെ കമ്മിറ്റി ചെല്ലുമ്പോൾ ഒന്നും പറയത്തില്ല. അന്നേരം സാഹിബിനെ കാണുമ്പോൾ സഭാത്ത് മറക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാ പരാജയപ്പെട്ട യാത്ര? ആ M.V. ഗോവിന്ദൻ്റെ യാത്രയിൽ ഉണ്ടായ ഒരു പൊറോട്ട നാടകം നിങ്ങൾ കണ്ടോ? ഒരു റീല്, ഒരു പാവപ്പെട്ട വാർദ്ധക്യം ചെന്ന ഒരു പ്രായപ്പെട്ട മനുഷ്യനെ വിളിച്ചോണ്ട് രൂപയും കൊടുത്തിട്ട് 2000 രൂപയും കൊടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞേക്കണം, എന്താ 2000 രൂപ കൊടുത്തിട്ട് പറയും UDF ഗവൺമെൻറ് വന്നാൽ ഇത് കിട്ടത്തില്ല, അതുകൊണ്ട് ഞാൻ ഈ പൈസ അങ്ങേക്ക് തരികയാണ് എന്ന് പറഞ്ഞൊരു നാടകം. എന്തായിരുന്നു ആ പൈസ? പാർട്ടിക്കാർ തന്നെ കൊടുത്ത പൈസ. ആ വയോവൃദ്ധൻ തന്നെ പറഞ്ഞു, ഇത് പാർട്ടിക്കാർ തന്ന പൈസയാണ്, പാർട്ടിക്കാർ പറയിപ്പിച്ചതാണ്. എന്തെല്ലാം നാടകങ്ങളാണ്. ഞാനൊരു കാര്യം പറയാം, നമ്മൾ സൂക്ഷിക്കണം. നമുക്ക് ഉപയോഗിക്കാൻ വയ്യാത്ത നറേറ്റീവ്, നമുക്ക് പറയാൻ വയ്യാത്തത്, നമുക്ക് ചെയ്യാൻ വയ്യാത്ത നാടകങ്ങൾ അവർ ഇപ്പോഴാണ് നമ്മുടെ ആരോഗ്യമന്ത്രി എവിടെയാണ്? ICUവിലായിരുന്നു ആരോഗ്യമന്ത്രി. എന്താണെന്നറിയാം? KSUക്കാർ. അയ്യോ, ഈ KSUക്കാര് ഇത്ര വലിയ പുള്ളികളാണോ? അതായത് കൈ തൊടാതെ, കഴുത്തിൽ തൊടാതെ, അതായത് വീണായൂരിന്റെ കയ്യെ തൊട്ടില്ല, ദേഹത്ത് തൊട്ടില്ല, കഴുത്തിൽ തൊട്ടില്ല, കൈ തൊടാതെ കഴുത്ത് പിടിച്ച് പിരിക്കാനുള്ള കഴിവ് KSUക്കാർക്കുണ്ടെന്ന് പറയുന്നത് വീണ ജോർജാ. എന്തൊരു കഴിവാണ്. നമ്മൾ ഈ TV ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, റിപ്പോർട്ട് വന്നപ്പോൾ നിങ്ങൾ നോക്ക്, മെഡിക്കൽ റിപ്പോർട്ട് വന്നപ്പോൾ കത്രിക അകത്തിട്ടതിന് ഒരു ഉത്തരവാദി ഇല്ല. അപ്പം പിന്നെ കത്രിക ഇടാൻ വീണ ജോർജ് പറഞ്ഞതാണ്. എന്തിനാണെന്നറിയാമോ? സ്വകാര്യ ആശുപത്രിയെ സഹായിക്കാൻ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് നമ്മുടെ സതീശൻ കത്രിക വിഴുങ്ങാൻ ഉഷ ജോസഫിനോട് പറഞ്ഞു. കടുങ്കയല്ലേ? ഇതാണ് നമ്മുടെ വീണ ജോർജിൻ്റെ നറേറ്റീവ്. ഇത്തരം നറേറ്റീവുകളൊക്കെ 8 നിലയിൽ പൊട്ടുമെന്ന് മനസ്സിലായല്ലേ? ഇന്നലെ ഞാനൊരു കാര്യം ചെയ്തു. വാസ്തവത്തിൽ വീണ ജോർജിനെ കയ്യേറ്റം ചെയ്തെന്ന് കണ്ടപ്പോൾ നമ്മുടെ നാട്ടുകാരിയാണല്ലോ, ഒരു വനിതയാണല്ലോ, എനിക്ക് ഒരു ബഹുമാനമൊക്കെ ഉണ്ട്. അയ്യോ, എന്നാൽ കഷ്ടമാണല്ലോ, ഒന്ന് കണ്ടുകളയാമെന്ന് വിചാരിച്ച് ഞാൻ TV നോക്കി. ഏഷ്യാനെറ്റ് നോക്കിയപ്പോൾ അതിനകത്തില്ല, മനോരമ നോക്കിയപ്പോൾ അതിനകത്തില്ല, മാതൃഭൂമി നോക്കിയപ്പോൾ അതിനകത്തില്ല. ഞാൻ കരുതി അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ കള്ളം പറയാം. കൈരളിയിലുണ്ടായിരിക്കും. ഞാൻ തീരുമാനിച്ചു. ഞാൻ കൈരളി നേര് പറയുന്ന മാധ്യമല്ലോ കൈരളി നോക്കിയിട്ട് പോലും ഈ വീണ ജോർജിൻ്റെ കഴുത്ത് പിടിക്കുന്നത് കാണാൻ പറ്റിയില്ല. എന്തൊരു നാടകമാണ് ഈ നാട്ടിൽ.
ഈ മാർക്സിസ്റ്റ് പാർട്ടി ഇടതുപക്ഷവും ഈ വീണ ജോർജും ഉൾപ്പെടെ കേരളത്തിലെ ജനങ്ങളെ കളിയാക്കുകയാണ്, മണ്ടന്മാരാക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരാകുന്നവരല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് വിവരമറിയാവുന്നവരാണ്. കഴിഞ്ഞ പ്രാവശ്യം അബദ്ധം പറ്റി. ഒരു നാടിൻ്റെ ഘടനയിൽ ഏറ്റവും പ്രധാന ഭാഗം അതിൻ്റെ നട്ടെല്ലാണ്. നട്ടെല്ല് സമ്പദ് വ്യവസ്ഥയാണ്. കേരളത്തിൻ്റെ നട്ടെല്ല് തകർന്നു കിടക്കുകയാണ്. കടത്തിൻ്റെ കാണാകയങ്ങളിലേക്ക് കേരളത്തെ ചവിട്ടി താഴ്ത്തിയിരിക്കുക. അടുത്ത മാസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തോട് സലാം പറയും, ഒരു സംശയം വേണ്ട. പക്ഷെ പോകുന്ന പോക്കിൽ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കേരളത്തിന്റെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. അതിൻ്റെ പ്രയാസങ്ങൾ മുഴുവൻ സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ പ്രതിഫലിക്കുക. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 12 മാസക്കാലമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. വിട്ടുകൊടുക്കൂല 1ാം സ്ഥാനം വേറെ ആർക്കും. മാർക്കറ്റിൽ ഇടപെടേണ്ട സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് സർക്കാർ കൊടുക്കാനുള്ളത് കോടികളാണ്. വീട്ടമ്മമാർക്കറിയാം, കണക്ക് വയ്ക്കുന്നവരാണോ. ആശുപത്രിയിൽ ചെന്നാൽ മരുന്നില്ല, മരുന്ന് ഡോക്ടർ പുറത്തേക്ക് എഴുതി തരും. എന്താ കാര്യം? മരുന്ന് സപ്ലൈ ചെയ്യുന്ന കമ്പനികൾക്ക് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാനുള്ളത് കോടികളാണ്. ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി ഒരു യൂണിറ്റിന് 22 പൈസ കുറച്ചു കൊടുത്തു. നമ്മൾ ലാഭത്തിലാക്കിയ വൈദ്യുതി ബോർഡിന്റെ ഇപ്പോഴത്തെ കട എത്രയെന്നറിയാമോ? ഞെട്ടരുത്, 50,000 കോടി. അത്രേ പറ്റുള്ളൂ. 4 പ്രാവശ്യം ഇപ്പൊ വൈദ്യുതി ചാർജ് കൂട്ടി, 5ാമത് കൂട്ടാൻ വേണ്ടി എഴുതി കൊടുത്തിരിക്കുക. ആലോചിച്ച്, KSRTC നമ്മുടെ ഗവൺമെന്റ് ഉള്ളപ്പോൾ 47,000 ജീവനക്കാർ. ഇപ്പൊ എത്രയെന്നറിയാമോ? 22,000. 5,000 ഷെഡ്യൂൾ ഉണ്ടായിരുന്ന ബസ്സുകൾ 2,000 തകർച്ചയിലേക്കാണ്. വാട്ടർ അതോറിറ്റി തകർച്ചയിലേക്കാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കിട്ടിയിട്ട് 19 മാസമായി. 7 ക്ഷേമനിധികൾ തകർന്നു. കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളത് കോടികൾ. ജീവനക്കാർക്കും പെൻഷൻകാർക്കും അധ്യാപകർ കൂടി കൊടുക്കാനുള്ളത് 1 ലക്ഷം കോടി. ഇനി നമ്മൾ പ്രതിപക്ഷം മാത്രമല്ല, അധികാരത്തിലേക്ക് വരാൻ പോകുന്ന മുന്നണിയാണ്. എവിടെയെല്ലാം ഇവർ കേരളത്തെ തകർത്തു, അവിടെയെല്ലാം നമുക്ക് നമ്മുടെ കേരളത്തെ പുനർജനിപ്പിക്കാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, കഴിഞ്ഞ 2 വർഷമായി കഠിനാധ്വാനം ചെയ്ത് ഗവേഷണ തുല്യമായ ഗൃഹപാഠം ചെയ്ത് ഇന്ത്യയിൽ ഒരു മുന്നണിയും ഒരു പ്രസ്ഥാനവും നടത്താത്ത തയ്യാറെടുപ്പോടുകൂടി സർവസന്നാഹത്തോടുകൂടി സമഗ്രമായ പരിപാടികളുമായിട്ടാണ് UDF വരുന്നത് ഈ തെരഞ്ഞെടുപ്പ്.